ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഇലക്ഷൻ സമയത്തൊക്കെ മാധ്യമങ്ങൾ പരമാവധി അവരുടേതായ ഒരു ആക്ടിവിസം കാണിക്കുന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയമായ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണോ നടത്തിയത് എന്നുള്ളൊരു സംശയമാണ് പൊതുവെ പലരുടെയും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ പോഷക സംഘടനയായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമായ സ്ഥാപനങ്ങളാണ്. എന്നാൽ പോലും അവരൊരു മാധ്യമം എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ അതിന്റെ ആ അതിർവരമ്പുകളൊക്കെ അവർ ലംഘിച്ചോ എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രന് നേരെ ഒരു ആരോപണം ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് വോട്ടിന് വേണ്ടി പണം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ പണം കിട്ടി എന്ന് ആരോപിക്കപ്പെടുന്ന വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ, ആ സ്ത്രീയോട് ഒരു ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നടത്തുന്നത് പോലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പലപ്പോഴും മാധ്യമങ്ങൾ നടത്തിയിരുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം മാധ്യമങ്ങൾക്കൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആകാം, അതേസമയത്ത് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള അധികാരം മാധ്യമങ്ങൾക്കുണ്ടോ എന്നൊരു നൈതികമായ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമ്മുടെ കൂടെ നിലിൻ കൃപാകരൻ, അദ്ദേഹവും മാധ്യമ പ്രവർത്തകനാണ്. നിലിൻ, എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ ചാനലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ശരിക്കും ഒരു വല്ലാത്തൊരു തലത്തിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ എല്ലാ ചാനലുകളും തമ്മിൽ ഒരു ഐക്യം ഉണ്ടായിരുന്നു പല മേഖലകളിലും. ഇപ്പൊ വിവിധ ആശയങ്ങളായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇപ്പൊ അങ്ങനെയല്ല. ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനൽ വാർത്ത കൊടുക്കുന്നു, ആ ചാനൽ കൂട്ടിപ്പോകാൻ വേണ്ടി മറ്റൊരു ചാനൽ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, ഒരു നെഗറ്റിവിറ്റി ഉള്ള അൺഹെൽത്തി ആയുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ. അപ്പൊ അതും ഈ വിഷലിപ്തമായുള്ള രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷപാതപരമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഒന്നാമത് BJP-യെ അനങ്ങിയാൽ, ഉത്തരേന്ത്യയിൽ എന്ത് സംഭവം നടന്നാലും ഇവിടെ വിമർശിക്കപ്പെടുന്നു. അവിടെ ചെറിയൊരു പഞ്ചായത്തിൽ ഒരു പട്ടി ചത്താൽ പോലും ഇവിടെ വലിയ വിഷയമാണ്, രാത്രി ചർച്ച നടത്തും. എന്നാൽ ഇപ്പൊ ധർമ്മസ്ഥല വിഷയത്തിൽ എത്ര ചാനലുകൾ ചർച്ച നടത്തിയിട്ടുണ്ട്? ആ വിഷയത്തിൽ ചർച്ച നടത്തി ആദ്യം എന്ത്, അവിടെ ഭയങ്കര പ്രശ്നമാണ്, അവിടെ മൊത്തം ഹിന്ദുത്വവാദികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ വസ്തുതകൾ പുറത്തു വന്നപ്പം മിണ്ടാതിരിക്കുക. എന്നിട്ട് കേരളത്തിലെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തനം, അതായത് നെടുങ്കൻ ഡയലോഗ് ഒക്കെ ഇട്ടിട്ട് ഇൻട്രോ ഒക്കെ പറയുന്ന കോട്ടിട്ട് വലിയ സിംഹമായിട്ട് നിൽക്കുന്ന ഒരു യുവ മാധ്യമ പ്രവർത്തകനുണ്ട്. അയാൾ പറഞ്ഞത്, ആ ചാനലില് പറഞ്ഞത്, അതായത് അത് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഇനി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ധർമ്മസ്ഥല നമുക്ക് പണി കിട്ടും. അതായത് ധർമ്മസ്ഥലയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഒരു നെഗറ്റീവ് കൊണ്ടുവന്ന മനുഷ്യൻ ഈ വിഷയം കംപ്ലീറ്റ് ഒരു മിത്തായിരുന്നു എന്ന് മനസ്സിലായപ്പം പറയണം അത് ചർച്ച ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇതാണ് ഇവരുടെ ഒരു ധാർമ്മികത. ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം നമ്മുടെ കുംഭമേളയിലെ സ്റ്റാർ ആയിട്ട് വന്ന മൊണാലിസ. ഇപ്പൊ മൊണാലിസയുടെ വിവാഹം വലിയ ആഘോഷമാക്കി മാറ്റി. അപ്പൊ അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു, ഈ ഇവള് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു പരാമർശങ്ങളൊക്കെ പലരും നടത്തിയിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങളൊക്കെ അതൊരു ആഘോഷിക്കായിരുന്നു, മറ്റേ റിയൽ കേരള സ്റ്റോറി, ഇത് കേരളമാണ് എന്നുള്ളത്. അപ്പം ഇതിന്റെ ഒരു ഇപ്പം SC/ST കമ്മീഷൻ അല്ലെ, SC/ST കമ്മീഷൻ അവരുടെ നിർദ്ദേശപ്രകാരം കേസ് എടുത്തിരിക്കുകയാണ്. അവരെ ഹാജരാക്കിയ ആധാർ കാർഡൊക്കെ വ്യാജമാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ആദ്യം എവിഡന്റ് ആയിരുന്നു, എന്നിട്ടാണ് മാധ്യമങ്ങൾ ആ രീതിയിൽ വാർത്ത കൊടുത്തത്. വേറൊരു എക്സാമ്പിൾ കൂടിയുണ്ട്. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എന്തായിരുന്നു അവസ്ഥ? കറാച്ചി നമ്മൾ തകർത്തു. റിപ്പോർട്ടർ TV ഒക്കെ ഏത് രീതിയിലാണ് വാർത്തകൾ കൊടുത്തിരുന്നത്? കറാച്ചിയിൽ ഇന്ത്യൻ സേന പിടിച്ചടക്കാൻ പോകുന്ന കറാച്ചി, വാസ്തവവിരുദ്ധമായുള്ള വാട്സപ്പ് ഫോർവേഡുകൾ വരെ ചർച്ചയാക്കിയിട്ട് ബ്രേക്ക് ചെയ്ത ചാനലുകളാണ് കേരളത്തിൽ. ഇതാണ് അവസ്ഥ. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇപ്പൊ എല്ലാ ചാനലിലും ഉണ്ടാവും, അവർക്ക് ഐഡിയോളജി ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ പഴയ SFI ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ഒരുവിധം എല്ലാ ചാനലുകളിലും ഉള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ആക്ടിവിസവും രാഷ്ട്രീയം പലപ്പോഴും ഓപ്പൺ ആയിട്ട് അവരുടെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ആ ഒരു വിഷയത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ പണം കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വലും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, 3 ക്ലിപ്പുകൾ അവിടെ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലാതെ ഒരു ബന്ധമില്ലാത്ത 3 ക്ലിപ്പുകളുണ്ട്. അതിങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ മാധ്യമ പ്രവർത്തകർ വളരെ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ആയിഷത്തുൽ ഷംന എന്ന് പറയുന്ന ബിഗ് TVയിലെ ഒരു റിപ്പോർട്ടർ, ഒരു യുവ മാധ്യമ പ്രവർത്തകയാണ്. എത്ര ധിക്കാരപരമായ രീതിയിൽ യാതൊരു ബഹുമാനവും ഇല്ലാതെ, കാരണം ഒരു ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തയായ ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. എതിരാളികൾ പോലും അത് അംഗീകരിക്കണം. അവരോട് യാതൊരു തരത്തിലും മയവുമില്ലാതെ ആക്രോശിക്കുക, എന്തോ ഒരു കുറ്റവാളിയെ പോലെ.
അതായത് അവരുടെ ആരാ- വേർഷൻ ഇഷ്ടപ്പെടുന്നു. അധികാരം കൊടുത്തിരിക്കുന്നത്? ആരാധികാരം കൊടുത്ത് അതാത് ചാനൽ മുതലാളിമാർ അധികാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് റേറ്റിംഗിന് വേണ്ടി അവർ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇങ്ങനത്തെ കുറെ ജേർണലിസ്റ്റുകൾ. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പൊ നാളെ ഇതിൽ ഒരു പങ്കും ശോഭാ സുരേന്ദ്രനും BJPക്ക് ഇല്ല എന്നുള്ള ഒരു ഒരു വേർഡിക്റ്റ് അക്ഷരം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആ സ്ത്രീയെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല അവർ? ആ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഐഡന്റിറ്റി ഒക്കെ പുറത്തു വന്നു എന്ന് പറയുന്നു, അവരാണെന്നൊക്കെ പറയുന്നുണ്ട്, അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നു. പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു വാർത്തയില്ല. കാരണം അവരുടെ പ്രൊജക്ട് നടപ്പാക്കി കഴിഞ്ഞു. അപ്പം മാധ്യമങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റ് ആവുകയാണ് കറക്റ്റ് ആയിട്ട്. അതായത് BJP വിരുദ്ധ ഹിന്ദു വിരുദ്ധ സമീപനം തന്നെയാണ്. അതിൽ പല രീതിയിൽ അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഈ ജിഹാദി മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആളുകൾ സമീപകാലത്തായിട്ട് മാധ്യമ മേഖലയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് മീഡിയ വൺ മാത്രമല്ല, മീഡിയ വൺ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. പരസ്യമായിട്ടാണ്. അത്രയും ശുദ്ധ വർഗീയതയാണ് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിലൊക്കെ ഓരോ ദിവസവും പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങ് അധിക്ഷേപിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വിമർശിക്കാം, പ്രധാനമന്ത്രിയിൽ ആരും വിമർശിക്കാം, ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതല്ല, അയാൾ കോമാളി എന്നുള്ള പ്രയോഗമൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിലെ ആങ്കർമാർ അജിംസ്, നിഷാദ് റാവുത്തർ, പിന്നെ സി ദാവൂദ് എന്ന് പറഞ്ഞ ഒരു മൗദൂദിയാണ്. അയാളൊക്കെ ശുദ്ധ വർഗീയതയാണ് ഓരോ ദിവസവും അഴിച്ചുവിടുന്നത്. ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഇല്ല എന്ന് പറയുന്നത്. കാരണം ഒരു തലമുറയെ മൊത്തം അവര് വിഷലിപ്തമാക്കുകയാണ്. ഇപ്പൊ ബംഗാളിൽ ഒരു സംഭവം കഴിഞ്ഞ ദിവസം, ഈ ദാവൂദ് എന്ന് പറയുന്ന വ്യക്തി മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ ആണെന്ന് തോന്നുന്നു. അവരുടെ ആശയ ഇതൊക്കെയാണല്ലോ, വലിയ ഐഡിയോളജി ഒക്കെ പറയുന്ന ആളാണ്. അപ്പൊ അയാള് പറയാണ് ബംഗാളിൽ, അതായത് BJP ബംഗാളിൽ ജയിക്കും എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അപ്പം പറയാണ് ബംഗാളിൽ BJP ജയിക്കുകയാണെങ്കിൽ മമത കലാപം ഉണ്ടാക്കുന്നു, തെരുവിലിറങ്ങും, BJP ആകെ അങ്ങ് ഇല്ലാതായിപ്പോ, തെരുവ് കത്തുന്നു. അതായത് ഇൻസൈറ്റ് ചെയ്യാണ് അയാൾ ഓപ്പൺ ആയിട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ കേരളത്തിൽ. അതാണ് സംഭവിക്കുന്നത്. ആ ഒരു 80 വയസ്സിന്റെ അടുത്തുള്ള ഒരു വൃദ്ധയെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അവര് തന്നെ പറയുന്നത് അവർക്ക് അസുഖമാണ്, മരുന്ന് വേണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ജെന്യൂൻ ആണ്. അതിനകത്ത് ബാക്കി പൈസ വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതെ അതെ അതൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവരവരുടെ അഭിപ്രായം പറയുന്നത്. അപ്പൊ അവരെ കുത്തി ചോദിക്കുന്നത് ഇവർക്ക് ആരാ ഇതിന് അധികാരം കൊടുക്കും? അപ്പൊ നമ്മളൊരാളെ പത്രസമ്മേളനത്തിൽ ഒരാൾ വിളിച്ചാൽ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് മേടിച്ചിട്ട് അയാളടുത്ത് പോകുന്നു. ഇതൊരാളടുത്ത് ഇടിച്ചു കയറിയിട്ട് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യാൻ ആരാണ് ഇവർക്ക് ആ അധികാരം മകൻ കൊടുത്തത്? പറയുന്നുണ്ട്, അസുഖമുള്ള അമ്മയാണ്, ആ. ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ത്രീയാണ്. അവർക്ക് മാനസികമായ മകൻ സംഘർഷം പറയുന്നുണ്ട് ഉണ്ടാവില്ലേ? നിങ്ങൾ നിർത്തുമെന്ന് പറയുന്നു. ആ. ഇല്ല, നിർത്തുന്നില്ല. മൈക്കായിട്ട് ചെല്ലുക. ആ, അവര് വീട് പോയാൽ എന്തായിരിക്കും ആ. അവസ്ഥ? ഇതിന് ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കും. ആരാ ഇവർക്ക് ലൈസൻസ് കൊടുത്ത, അധികാരം കൊടുത്ത ആരാ ഇവർക്ക് ഇതിനൊക്കെ? അതാണ് സംശയം. ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? ഇത് മാധ്യമ പ്രവർത്തനമല്ല, നമ്മൾ കണ്ട മാധ്യമ പ്രവർത്തനം ഇതല്ല. ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഇവർക്കുണ്ടോ? ഞാൻ ചോദിച്ചതാണ്. ഒരു പോലീസിന് വരെ ഒരു കേസിൽ ഒരു FIR ഇട്ടാലാണ് അവർക്കത് അല്ല, ഇവരെല്ലാം മിക്കവാറും സ്വയം പ്രഖ്യാപിത ജഡ്ജിമാരാണല്ലോ. ആ. രാത്രി 8 മണിക്ക് ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരണയാണല്ലോ. അതും ഏകപക്ഷീയമായ രീതിയിൽ. ഈ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ആ ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അവർക്ക് പല വിഷയങ്ങളെ കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല. പക്ഷെ അത് വെച്ചുകൊണ്ട് തന്നെ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മുമ്പൊരു ചർച്ചയിൽ അവർ മാതൃഭൂമിയിലാകുന്ന കാലത്താണ് ശിവസേന, അതായത് ഇന്നത്തെ ശിവസേനയല്ല, പഴയ ബാൽ താക്കറെയുടെ ശിവസേന ഉള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു താക്കറെ മരിച്ചിട്ട് അതിനുശേഷം ഉദ്ധവുള്ള NDA ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം BJP പ്രതിനിധിയോട് കയർക്കാണ്, ശിവസേന സംഘപരിവാർ സംഘടനയല്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ല എന്ന്. ശിവസേന സംഘപരിവാർ സംഘടനയാണ്, സിമ്പിളായാലും ആ ലോജിക്ക് പോലും പല ആളുകൾക്ക് അറിയില്ല. അതാണ് അവസ്ഥ. പക്ഷെ ഇവരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഫെമിലർ ആണ്, പിന്നെ അതിനനുസരിച്ചുള്ള PR വർക്ക് ഇവർ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവരുടെ ചർച്ച കാണാൻ ആളുകളുണ്ട്. കാരണം ബഹളാണല്ലോ, ബഹളം, അടി, ബഹളം. പിന്നെ ഒരു വലിയ വിഭാഗത്തെ കാറ്റർ ചെയ്ത രീതിയിലുള്ള ചർച്ചകളാണ് അവരെടുക്കുക. ഇപ്പൊ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഒരു 70% വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കടുത്ത BJP വിരുദ്ധത പുലർത്തുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നീതിയൊന്നും നോക്കാറില്ല. അവരെ എങ്ങനെയെങ്കിലും പിടിച്ചാൽ മാത്രമേ വ്യൂവർഷിപ്പ് കിട്ടുള്ളൂ എന്നുള്ള ഒറ്റ ചിന്തയിൽ ആ രീതിയിലുള്ള ചർച്ചകളാണ്. പിന്നെ ഇടയ്ക്ക് ചില തരികിടകളൊക്കെ ഇപ്പൊ റിപ്പോർട്ടർ TV സുജയ പാർവതി വെച്ച് നടത്തിയ തരികിടയൊക്കെ നമുക്കറിയാം. ഒരു പക്ഷം മാറി. അതെ അതെ, 3 പേര് 3 വർഷം എന്നിട്ട് 3 രീതിയിൽ ഇപ്പോഴും അത് 24 ചെയ്യുന്നുണ്ട്. കൈരളിയിൽ നിന്ന് വന്ന ഒരു ആങ്കറെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും ശ്രീകണ്ഠൻ നായരുടെയൊക്കെ ബുദ്ധി, അത്രയോ. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് മനസ്സിലാകാത്തത് ഒന്ന്, പക്ഷം പിടിക്കുകയാണ്. പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷം ഉണ്ടാവും, പക്ഷെ അതൊരു വസ്തുതകളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നിഷ്പക്ഷമായിട്ട് നിൽക്കണം. എതിർ ശബ്ദം കൂടെ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത മാധ്യമപ്രവർത്തകരെങ്കിലും കാണിക്കണം. രണ്ടാമത്തേത് ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പോലെ ആപ്റ്റ് ആയുള്ള പ്രയോഗം.
അതൊരിക്കലും പാടില്ല. ഒരിക്കലും മാധ്യമ പ്രവർത്തകർക്ക് അതിന് ആരാ അധികാരം ഈ കൊടുത്തിരിക്കുന്നത്? ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു. ആ. അവരെക്കെതിരെ ഒരു ആരോപണം വന്നു, സ്വാഭാവികമായിട്ട് അവരത് പ്രതികരിക്കാതെ മുങ്ങി നടന്നിട്ടൊന്നുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഇവരാരെങ്കിലും പോയിട്ട് മിണ്ടില്ല, ചോദിച്ചിരുന്നോ? ആരും മിണ്ടില്ല, ചോദിച്ചോ? ഒന്നും ആരെങ്കിലും ചോദിക്കില്ല. ആരും ഇല്ല ചോദിച്ചില്ല? ഇല്ല ഇല്ല ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം വന്നപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പല മാധ്യമപ്രവർത്തകരും ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാതെ അവസാന നിമിഷമാണ് അത് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയപ്പോഴാണ് അത് പിന്നെ ആ ചർച്ച ചെയ്യേണ്ടി വന്നത്. കാരണം വേറെ നിവൃത്തിയിൽ ഏതൊരു ചാനൽ അത് ബ്രേക്ക് ചെയ്തു. ഏതൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറേ കേസുകൾ ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസംഖ്യം കേസുകളുണ്ട്. ഏതാന്ന് നമുക്ക് തന്നെ അറിയില്ല, ആ കൺഫ്യൂഷനാണ്. പ്രിയദർശന്റെ സിനിമയിലെ അവസ്ഥയാണ്, ക്ലൈമാക്സ് അവസ്ഥയാണ് ഉണ്ടാവുക. അയാൾക്ക് തന്നെ അറിയില്ല അയാൾ ഏതൊക്കെ കേസിൽ പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ആ സിറ്റുവേഷനിൽ അവര് പിന്നെ നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് ചർച്ചയിലേക്ക് വന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു സംഭവം ഉണ്ടായപ്പം അവർ പ്രതികരിക്കാതെ മുങ്ങി നടന്നിട്ടൊന്നുമില്ല. അവർ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പോയിന്റ് കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതേ മാധ്യമ പ്രവർത്തകർ ഈ രീതിയിൽ ആക്രോശിച്ച് അവരെ വിചാരണ ചെയ്ത് അവരെന്തോ വലിയ കുറ്റവാളിയാണെന്ന് ഒറ്റയടിക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമം അവർ നടത്തി. ഇതേ ആളുകൾ പിറ്റേ ദിവസം ഷാഫി പറമ്പിൽ വന്നപ്പോൾ, ഷാഫി പറമ്പിൽ സമാനമായ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രശോഭ് വത്സൻ എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ സ്വന്തം ആളാണ്. ഏത് വേദിയിലും ഷാഫി പറമ്പിൽ പാലക്കാട് വന്ന തൊട്ടരികിൽ ഈ കൗൺസിലറായുള്ള പ്രശോഭ് വത്സൻ ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശോഭ് വത്സനൊക്കെയാണ് ഷാഫി പറമ്പിലിന്റെ ആ ഒരു ബ്രിഗേഡ് പെട്ട ആൾക്കാരാണ്. അപ്പൊ അയാളുടെ ഒരു വളരെ എക്സ്പ്ലോസീവ് ആയുള്ള ഒരു ഓഡിയോ വന്നു, ഷാഫി പറമ്പിലിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഓഡിയോ ആണ്. അതിനെക്കുറിച്ച് പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നില്ല. നേരെ മറിച്ച് ഇതൊരു BJP നേതാവിനെതിരെയാണ് വന്നെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നയിച്ചത്. അപ്പം ജനൻ ടിവിയുടെ ആങ്കർ മാത്രം, അരുൺ ആലത്തൂർ എന്ന് പറഞ്ഞ ആങ്കർ മാത്രം ഷാഫിയോട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഭയങ്കര വൈറലായി. അത് ഒറ്റ ചാനലും ആ ചോദ്യങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷേ ഈ വലിയ ഫെമിനിസ്റ്റ് ഒക്കെ പറഞ്ഞു നടക്കുന്ന പ്രിയ ഇളവള്ളി മഠം എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറൊക്കെ ഉണ്ട്. അവളൊക്കെ ചിരിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനോട് ഇവൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നാണം കുടുങ്ങി ചിരിച്ചിരിക്കുന്നു. അതായത് ചോദിക്കുന്നില്ല, സ്ത്രീ വിഷയം, അതായത് സ്ത്രീകളുടെ വിഷയമാണ്. അതായത് ഒരു വനിത, ദളിത്, ഒരു പെൺകുട്ടിയുടെ വിഷയമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്നുള്ളത്. അത് ജണ്ടിയുടെ റിപ്പോർട്ടർ മാത്രമേ ചോദിച്ചുള്ളൂ. ഷാഫി പറമ്പിൽ ഉത്തരമില്ല. അവസാനം അയാളുടെ മുഖം കാണണമായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ അയാൾ രക്ഷപ്പെട്ടു പോയി. ആ വിഷ്വലിൽ അത് വളരെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ 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 നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്ലേറ്റ് മാറ്റി രക്ഷപ്പെടാൻ നോക്കി. അപ്പൊ ഈ അരുണാലത്തൂർ 5-6 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിനൊന്നും വ്യക്തമായ ഉത്തരം ഷാഫി പറമ്പിന്റെ ഭാഗത്തുനിന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരൊന്നുമില്ല. അതും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയമാണ് ഈ പ്രശോഭ് വത്സറിനെതിരെ ഉയർന്നിരിക്കുന്നത്. അയാളെ ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ അതിനൊരു ഉത്തരം പറയാനുള്ള ഒരു ബാധ്യസ്ഥനല്ല അയാള്. പക്ഷെ അതുപോലും ഇല്ല. അതാണ് മാധ്യമ പ്രവർത്തകരുടെ ഒരു ഇരട്ടത്താപ്പ്. എനിക്ക് തോന്നുന്നു ഇതൊരു പൊളിറ്റിക്കൽ മോട്ടീവോടുകൂടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൂവിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഒരു അജണ്ടകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലയാള മനോരമ എടുത്തു നോക്കിയാൽ പൂർണ്ണമായിട്ടും പ്രോ UDF ആയിട്ട് അവർ LDF എതിർക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. ഒരു FCR പ്രശ്നം വന്നു, വലിയൊരു ചർച്ചയാക്കി മാറ്റി. ഇവൻ ഏറ്റവും സങ്കടകരമായ വസ്തുത, മലയാള മനോരമയുടെ റിപ്പോർട്ടർമാർ പോലും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലേക്ക് അത് നിറയ്ക്കുകയാണിത്. ഒരുപക്ഷെ ജോലി ശമ്പളം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുകയാണെന്ന് കരുതിക്കോ അവര്. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പോലും അവരിത് നിറച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മാധ്യമപ്രവർത്തനം, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, അതൊന്നും കേരളത്തിൽ ഇല്ല. ഓരോ പാർട്ടിക്കാരും അവരവരുടെ മലയാളികൾ ആക്ടിവിസ്റ്റുകളാണ്. ആ രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ ഇരട്ടത്താപ്പ പ്രശ്നം. ഫെമിനിസം പറയുന്ന ആളുകള് ഇപ്പം സുരേഷ് ഗോപി ആ ഒരു മീഡിയ വണ്ണിലെ റിപ്പോർട്ടറോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചു, വലിയ വിവാദം ഉണ്ടായി. എന്നാൽ ഈ ഷാഫി പറമ്പിലിനെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉയരുന്നു, ഇത്തരം ഒരാളെ സംരക്ഷിക്കുന്നു, ഒരു പീഡകനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം ഉയരുന്നു. ഒക്കെ ആരോപണമാണ്. ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണമല്ലോ ഉയർന്നത്. പക്ഷേ ഇതേ വനിതാ മാധ്യമ പ്രവർത്തകർ ഒരു അക്ഷരം ചോദിക്കുന്നില്ല, മിണ്ടാതെ ഒരു ഭാഗത്ത് നാണം കുടുങ്ങിയിരിക്കുന്നു. ഈ ഒരു വിധേയത്വം. അപ്പൊ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എങ്ങോട്ടാണ്? ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം അല്ലെങ്കിൽ മീഡിയ ആക്ടിവിസത്തിലേക്ക് അവർ പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള മാധ്യമ പ്രവർത്തനം സത്യം കണ്ടെത്തുക, സത്യങ്ങൾ ആളുകളെ അറിയിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് തങ്ങളുടെ ഭാഗം ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് അവർ മാധ്യമത്തെ അല്ലെങ്കിൽ ഈ ഒരു അല്ലെ അവരുടെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്.